വളരെ ഏറെ കാലം ധാരാളം വിശ്വാസികളെ, ഭക്തജനങ്ങളെ തന്നിലേക്ക് ആകർഷിച്ച വലിയ ഒരു പ്രസ്ഥാനമായി മാറിയതാണ് സത്യസായി ബാബ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആ പുട്ടപർത്തിയിലെ പരിപാടികൾ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ ടെലിവിഷനിൽ കൂടെയും വാർത്തകളിൽ കൂടെയും ധാരാളം കണ്ട ഒരാളാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലതും നമ്മുടെ നാട്ടിലും മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായി ചിലത് ചെയ്യുന്നത് അതിൽ പങ്കാളികളാവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനം, ആശുപത്രി തുടങ്ങിയത് വളരെ പ്രശസ്തമാണ്. അപ്പോൾ ആ സ്ഥാപനങ്ങൾ വളരെ നന്നായി നടക്കുന്നുണ്ട്. കേരളത്തിലും വിപുലമായ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലായിട്ട് നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അത് ഞാൻ ഇതിൽ കാണുന്നത് ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ താല്പര്യത്തിനും സന്തോഷത്തിനും വേണ്ടി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ പ്രസ്ഥാനം എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതിന് വിദ്യാഭ്യാസ സഹായ പദ്ധതിയൊക്കെ പലപ്പോഴും നടത്തുന്നതായിട്ട് നേരത്തെ കണ്ടിട്ടുണ്ട്. അവിടെ പോകുന്ന ഡിവോട്ടീസ്, മുമ്പ് അവിടെ പോകുന്നവർ തന്നെ, അവർ വളരെ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. വലിയ തോതിൽ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന കൺസെപ്റ്റൊക്കെ നമുക്കിപ്പോൾ ഉണ്ട്. CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയും 2% ലാഭത്തിൻ്റെ കൊടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും, അത് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സഹായം എത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഈ പ്രവർത്തനം വളരെ വിപുലമായി പോകുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴാണ്, എല്ലാവരെയും സ്പർശിക്കുമ്പോഴാണ് ഇത്തരം വിശ്വാസികളുടെ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമാവുക. ഞങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ ഭക്തിമാർഗം സ്വീകരിച്ചു വരുന്നവരെല്ലാം നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളും വിശ്വാസികളും എല്ലാം തമ്മിൽ, ഞാൻ പറഞ്ഞത് വിശ്വാസികളെ വലിയ തോതിൽ ഉൾക്കൊള്ളുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ, അതല്ലാതെ വിശ്വാസം ഞാൻ പറഞ്ഞത്. എന്നാലും ഇതിൻ്റെ സജീവ പ്രവർത്തനങ്ങളിൽ ദിവസവും പങ്കാളികളാവുന്നതല്ല. പ്രത്യേകിച്ചും വിശ്വാസികൾ മഹാഭൂരിപക്ഷവും, അല്ലെങ്കിൽ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും നല്ലവരാണ്, വിശ്വാസികൾ മഹാഭൂരിപക്ഷവും നല്ലതാണ് എന്നുള്ളതാണ് അടിസ്ഥാന കാരണം. നല്ല വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും തെറ്റായ വഴിക്കുവാൻ പറ്റില്ല. നല്ല വിശ്വാസി ഏത് മതത്തിലായാലും അവർക്കൊരിക്കലും വർഗീയത പറയാൻ പറ്റില്ല. ലോകാ സമസ്ത സുഖിനോ ഭവതു, ഇപ്പം നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ചൊല്ലിയതും അത് തന്നെയാണ്. അപ്പോൾ ലോകാ സമസ്ത സുഖിനോ ഭവതു, എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ജന്തുജീവികൾക്കും ചെടികൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരാൾക്ക് നാശം വരാൻ ആഗ്രഹിക്കാൻ പറ്റില്ല. അവിടെയാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ള പോയിന്റ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷമായി നമ്മുടെ നാട് മുന്നോട്ട് പോകാൻ, ജന്തുക്കളെയും ജീവികളെയും ചരാചരങ്ങളെയും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ ജാതിയുണ്ടോ മതമുണ്ടോ? ഏത് മരത്തിനാ, ഏത് മൃഗത്തിനാ, ഏത് ചെടിക്കാ ജാതിയുള്ളത്, മതമുള്ളത്? അപ്പോൾ ഇതിനെല്ലാം ഒരേപോലെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ ഏതെങ്കിലും മനുഷ്യൻ്റെ ജാതിയും കുലവും പ്രദേശവും പ്രശ്നമാണോ? അപ്പോൾ അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 2 തരമുണ്ട്. സത്യസായി ബാബയൊക്കെ മതാതീതമായ ആത്മീയത വെച്ച് പുലർത്തിയ ആളാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആത്മീയതയിലേക്ക് ഉയർന്നാൽ പിന്നെ മതമെന്തിന്? അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നത് എല്ലാവരുമായും ബന്ധപ്പെട്ടുള്ളതായിരുന്നു. എല്ലാ മതക്കാരോടും ഒരേ രീതിയിലായിരുന്നു. യഥാർത്ഥ ആത്മീയ പ്രവർത്തകരെല്ലാം ആ രീതിയിലാണ്. അതായാലേ ഈ മതാതീത ആത്മീയത എന്ന രീതി. സത്യസായി ബാബയുടെ സമാധിയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ഒരുപാട് ബാബയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പലരിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മറ്റെന്തിനേക്കാളും അപ്പുറം ലോകത്തിലെ തന്നെ ക്യാഷ് കൗണ്ടറില്ലാത്ത ഒരു ഹോസ്പിറ്റൽ ഇവിടെയാണ് എന്നുള്ളതാണ്. ഒരു ക്ഷേത്രമുണ്ടാക്കുന്നതിനേക്കാൾ, ഒരു പള്ളി ഉണ്ടാക്കുന്നതിനേക്കാൾ, ഒരു മസ്ജിദ് രൂപപ്പെടുത്തുന്നതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടപ്പെടുക എന്താകും എന്ന് ചോദിച്ചാൽ
നിസ്സംശയം ഞാൻ പറയും, പുട്ടപർത്തിയിലെ പോലെ ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്യുന്നതിലായിരിക്കും ദൈവത്തിന് കൂടുതൽ ഇഷ്ടം എന്ന്.